ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ജസ്റ്റ് വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? ടീച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ എടുത്തത് ഒന്ന് പറയാം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന കട്ടിങ്ങോ അല്ലെങ്കിൽ നടക്കുന്ന ഒരു പ്ലേസ് ആണ്. അത് ഓപ്പൺ സർജറി അല്ല കീഹോൾ സർജറി ഒക്കെ നടക്കുന്ന പ്ലേസ് ആണ്. ഓപ്പൺ സർജറി, കീഹോൾ സർജറി ഒക്കെ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് അല്ല, മറ്റൊരു നെയിമാണ് ഓപ്പറേഷൻ റൂം. ഓപ്പറേഷൻ റൂം, വെരി ഗുഡ്. പിന്നെ ഇന്നലെ ഞാൻ ഓപ്പൺ സർജറിയെ കുറിച്ചും കീഹോൾ സർജറിയെ കുറിച്ചിട്ടും ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിഫറൻസ്? എന്താണ് രണ്ട് തമ്മിലുള്ള? കീഹോൾ സർജറി ക്യാമറാസ് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പ് യൂസ് ചെയ്യും, ഇൻസേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഓപ്പൺ സർജറിയിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? കോംപ്ലിക്കേഷൻ എന്താണ് കീഹോളിനേക്കാളും? വലിയ കട്ട്, ലാർജർ കട്ട് ഉണ്ടെങ്കിൽ ലാർജർ ആയിട്ടുള്ള മുറിവുകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ബ്ലീഡിങ്ങും അതുപോലെ സ്റ്റിച്ച് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ ഒരു അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ജാസ്മിന്? ഇല്ല ടീച്ചർ, കൂടെ കൂടെ കട്ടായി പോണേ, എററായി പോണു, അതാ പറഞ്ഞു. ഹലോ, ഓക്കെ. ഉണ്ട് ടീച്ചർ. ഓക്കെ, ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ എൻവയോൺമെന്റ് പറഞ്ഞു. അത് നമ്മള് എന്താ പറയാ, ഓരോരോ വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് വേണം. അതിനകത്ത് പെടുന്നത് എന്തൊക്കെയാണ്? അതായത് ഷീൽഡ് കവർ പെടും, ഷീൽഡ്, അതുപോലെ തന്നെ അതർ കവറിങ്, അങ്ങനെയുള്ള, അതായത് ജേംസിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒരു OP യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇന്നലെ അതൊക്കെ പറഞ്ഞതാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് സാധനങ്ങളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, equipment like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools, etc. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹോസ്പിറ്റലിൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വർക്കിംഗ് ആണ്, പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അത്ര എക്യുപ്മെന്റ് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കാർഡിയാക് സപ്പോർട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റീവ് ഡിവൈസസ് ഉണ്ട്. പിന്നെ പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റും പൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിവൈസസുകൾ ഉണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്, അതായത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്റർ മൂവിയിലെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? ധാരാളം എക്യുപ്മെന്റ്സ് അവിടെ കാണാൻ സാധിച്ചിട്ടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ജിനു കണ്ടിട്ടുണ്ടോ ഓപ്പറേഷൻ തിയേറ്റർ? ജിനു അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ
ഡിവൈസസ്, അതായത് ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ, അയാളുടെ ബോഡിയിലെ മൂവ്മെന്റ്സും കാര്യങ്ങൾ നമ്മൾക്ക് കാണിച്ച്, അതായത് ഒരു എന്താ പറയാ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്. കൂടാതെ നമ്മുടെ റെസ്പിറേറ്ററി, നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. കാർഡിയാക് സപ്പോർട്ട് നൽകുന്ന ഡിവൈസസുകളൊക്കെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് some of the staff who works in operating theaters consist of the following. ചില സ്റ്റാഫുകൾ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ, ചില സ്റ്റാഫുകൾ ഉണ്ട്. അവരെന്തൊക്കെയാണ് ആരൊക്കെയാണ് അവിടെ വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത്? സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ. ആദ്യം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് അവിടുത്തെ സർജൻ ആണ്. അതായത് മെയിൻ ആയിട്ട് പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജന്മാരുണ്ട്. ഓക്കെ, അപ്പൊ സർജൻസ് ഹു പെർഫോം ദ ഓപ്പറേഷൻ. സർജൻസ് ആരൊക്കെയാണ്? അതായത് പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് അവരെയാണ് നമ്മൾ സർജൻസ് എന്ന് വിളിക്കുക. അപ്പൊ അവരാണ് ആദ്യത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്നത് അനസ്തേഷ്യസിസ്റ്റ് ഹു ഗീവ് അനസ്തേറ്റിക് ടു റിസ്ട്രെയിൻ പെയിൻ ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ. പിന്നെ രണ്ടാമത് വരുന്നത് മെയിൻ ആയിട്ട് ഓപ്പറേഷൻ സർജൻ കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് അനസ്തേഷ്യസ്റ്റ് ആണ്. അതായത് നമ്മൾക്ക് ഓപ്പറേഷന് മുമ്പായിട്ട് അനസ്തേഷ്യ നൽകുന്ന ആളാണ്, അല്ലെ? നമ്മളെ മൈക്ക് ഇടുമല്ലോ, മൈക്ക് ഇട്ടാൽ മാത്രമല്ല നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മള്, അല്ലെ? അപ്പൊ മൈക്ക് നമ്മൾ ഇടുന്ന ആളാരാണ്? അത് അനസ്തേഷ്യസ്റ്റ് ആണ്. അദ്ദേഹമാണ് നമുക്ക് അനസ്തേഷ്യ തന്ന് നമ്മളെ മയക്കുന്നത്. അപ്പൊ രണ്ടാമത് വരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അനസ്തേഷ്യസ്റ്റ് ആണ് കേട്ടോ. ഇനി theater nurses who take care of patients throughout all 4 stages of the operation. അതുകൂടാതെ മൂന്നാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് തിയേറ്റർ നഴ്സ് ആണ്. ഓക്കെ, തിയേറ്റർ നഴ്സ്, അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടി ഉള്ള ഒരു നഴ്സ് ഉണ്ടാകും. ആ നഴ്സിനെയാണ് നമ്മൾ തിയേറ്റർ നഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ്, ആ നഴ്സാണ് കൂടെ ഓപ്പറേഷൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓപ്പറേഷന് മുമ്പായിട്ടുള്ള ഒരു 4 സ്റ്റേജ് നഴ്സ് ആണ്. അപ്പൊ മൂന്നാമത്തെ പേഴ്സൺ തിയേറ്റർ നഴ്സ് ആണ്. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഹു ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ വാർഡ്സ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. നാലാമത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. അതായത് ഈ നഴ്സുമാരുടെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് അവരെയാണ് എന്ത് പറയുന്നത്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവര് ചെയ്യുന്ന പ്രധാന ജോലി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ഓപ്പറേഷൻ കഴിഞ്ഞ വാർഡിലേക്കും എന്താണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർഡിയോഗ്രാഫേഴ്സ് ടു മെഷീൻ. അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ടാകും. അതായത് ECG മെഷീനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരെയാണെന്ന് പറയുന്നത് കാർഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി റേഡിയോഗ്രാഫേഴ്സ് ടു എക്സ്റേ CPR required. ഇനി ആവശ്യം അവിടെ ഇത്രയും ാണ് റേഡിയോഗ്രാഫേഴ്സ് വരുന്നത് കേട്ടോ. എക്സ്റേ എടുക്കുന്നതെങ്കിൽ മാത്രം ആവശ്യമുള്ളൂ. അല്ലാതെ അതായത് അവിടെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എന്താണ് അത് നിർബന്ധമില്ല. അവിടെ വേണം ആവശ്യമെങ്കിൽ മാത്രം. ക്ലിയർ ആണോ? യെസ് ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിസി എൻറ്റർ ഇൻ ആൻ OT. അതായത്
ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾക്ക് എൻ്റർ ആവണമെങ്കിൽ, നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ ചില പോളിസികൾ ഉണ്ട്. അതായത് വെറുതെ ഒന്നും നമുക്ക് അവിടെ കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. ചില പോളിസികൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അവിടെ കയറി ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് അവിടെയുള്ള പോളിസികൾ എന്ന് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR പേഴ്സണൽ ആൻഡ്, അതായത് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു പേഷ്യന്റിനെ കാണാനായിട്ട് ചെല്ലുവാണെങ്കിൽ നിങ്ങൾ എന്തിനു ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഇരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താതിരിക്കാനായിട്ട് ആ സ്റ്റാഫിന് എന്ത് ചെയ്യണം, നമ്മൾ ഓഫീസേഴ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, പോലീസ് ഫോർ എക്സാമ്പിൾ പറയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കിടക്കുന്ന രോഗിയെ കാണാനായിട്ട് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയെ കാണുന്നത്. Artificial nail textures and chipped nail polish protect a more microorganism. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നവമി ക്ലിയർ അല്ലല്ലോ അതെ, എററുണ്ട് ടീച്ചർ, എററുണ്ട്. അല്ല എന്തെങ്കിലും ഇതുണ്ടോ, പറയുന്നതിന് എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്തേ. വിട്ടുവിട്ടാ മിസ് എന്തെങ്കിലും കേൾക്കുന്നു. വിട്ടു പോകണ്ട് മിസ്സേ, വിട്ടുപോയി. നേരത്തെ മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? നിഷ ടീച്ചറിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇടക്കിടക്ക് ബോക്സ് ഓക്കെ, ശരിയാവട്ടെ. അപ്പൊ ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ് and chipped nail polish protect more microorganisms than hands and can possibility stain the sterile area, so avoid it. അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ നെയിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ എക്സ്റ്റൻഡേഴ്സ് അതിനായിട്ട് യൂസ് ചെയ്യണം. നമ്മളിപ്പോ നമുക്കൊക്കെ എന്താണ് സുന്ദരമാക്കാനായിട്ട് എക്സ്റ്റൻഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ നെയിൽ പോളിഷ്, അതൊക്കെ എന്താണ് മൈക്രോ ഓർഗാനിസത്തിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നവയാണ്. അതായത് നമ്മുടെ രോഗാണുക്കളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ നെയിൽസ്. അതൊക്കെ എന്താണ് നമ്മുടെ കൈയുടെ, അതായത് നഖത്തിന്റെ ഇടയിലൊക്കെ എന്താണ് പറ്റിപ്പിടിച്ചിരിക്കും ഈ രോഗാണുക്കളൊക്കെ. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നാല് അവിടെയുള്ള രോഗിക്ക് എന്ത് പകരും? ആ രോഗാണു അദ്ദേഹത്തിന്റെ ബോഡിയിൽ എന്ത് ചെയ്യും? സ്പ്രെഡ് ആകും. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പരമാവധി നമ്മൾ നല്ല വൃത്തിയായിട്ട് അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ്, ചിപ്പഡ് നെയിൽ പോളിഷ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഓക്കെ,
ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിമൂവ് ഓൾ ജ്വല്ലറി. അതായത് എല്ലാ ജ്വല്ലറി, നമ്മുടെ ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മള് റിമൂവ് ചെയ്യണം. ഓക്കെ, കുറെ ആഭരണങ്ങളും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കയറാനായിട്ട് സാധിക്കില്ല. അതായത് ജ്വല്ലറി എന്ന് പറയുന്നത് എന്താണ്, ലോഹങ്ങളിൽ പെടുന്നതാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ അലൗഡ് അല്ല. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ്. സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി ബേൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. അതായത് നമ്മൾ സർജിക്കൽ ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട്. അതായത് അവര് പറയുന്ന ഒരു ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കാൻ. അതുപോലെ തന്നെ എന്താണ്, ആ സർജിക്കൽ ഏരിയയിൽ എന്താണ്, നമ്മൾ ഈ സർജിക്കൽ ക്ലോത്ത്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ധരിച്ചിരിക്കണം. ഓക്കെ, രോഗിയെ കാണാനായിട്ട് നമ്മൾ കയറുമ്പോൾ സർജിക്കൽ ക്ലോത്ത്സ് ധരിച്ചിരിക്കണം. രോഗി ഇൻഫെക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, cover shoes as per agency policies. Also to cover head, caps are used. Surgical mask also as per policy. അതായത് ചില ഷൂകൾ ഉണ്ട്, അതായത് ഇങ്ങനെ, അതായത് ആ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കയറാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾക്ക് പറയുന്നുണ്ട് അവര്. ക്യാപ്സ് ഉപയോഗിക്കുന്നുണ്ട്, കവർ ഹെഡ്, അതുപോലെ തന്നെ സർജിക്കൽ മാസ്കുകളൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ കയറുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, perform a surgical hand scrub as per agency policy. Surgical hand scrub reduce bacterial count on hands before applying sterile gloves. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, അതായത് നമ്മള് സർജിക്കൽ ആയിട്ടുള്ള ഹാൻഡ് സ്ക്രബുകൾ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ബാക്ടീരിയയുടെ കൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഗ്ലൗസ് ഒക്കെ എന്താണ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്, അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ കൈയൊക്കെ എന്താണ് നന്നായിട്ട് കഴുകിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. അത് കൈ കഴുകുന്ന പല രീതികളുണ്ട് കേട്ടോ നമുക്ക്. അതായത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ആരെങ്കിലും കൈ കഴുകുന്ന രീതികൾ, ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ടോ? ജാസ്മിൻ, ഷാരോൺ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല, അത് പറയണ്ട. അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉണ്ട്. അതൊക്കെ എന്താണ് അവര് പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി asbestos denotes absence of disease causing microorganism. Aseptic techniques is a method used to avert contamination from infectious agents, and it is used to keep allow a germ-free environment in the operating room. അതുകൂടാതെ തന്നെ എന്താണ് അസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സ്, അതായത് നമുക്ക് എന്താണ്, അത് ധാരാളം ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ആ ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ എന്താണ് പറ്റിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയില്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ, അതായത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് ക്ലീൻ ചെയ്തുകൊണ്ട് വേണം ആ ഒരു ഏരിയ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, എപ്പോഴും നല്ല ഒരു ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം ഓപ്പറേഷൻ റൂമിന് ഉള്ളത്. ഓക്കെ, അപ്പോ പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT ആണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ എയിം എന്താണെന്ന് അവിടെ പറയണം. നമ്മുടെ ID ഉണ്ടെങ്കിൽ ID കാണിക്കണം. രണ്ടാമത് ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവയാണ്. തന്നെ അത് റിമൂവ് ആക്കിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറിച്ചെല്ലാൻ. മൂന്നാമത്തത് നമ്മുടെ ജ്വല്ലറി ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. നാലാമത്തത് സർജിക്കൽ ക്ലോത്ത്സ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ധരിച്ചിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതുകൂടാതെ ക്യാപ്സ്, കവർ ഹെഡ്, മാസ്കുകളൊക്കെ യൂസ് ചെയ്യണം. അതുകൂടാതെ കൈ കഴുകുന്ന ഒരു രീതിയുണ്ട്, അതായത് പ്രോപ്പർ ആയിട്ട് കൈയൊക്കെ സ്ക്രബ് ചെയ്ത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ചെല്ലാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അതായത് ബാക്ടീരിയകൾ എപ്പോഴും കൂടുതൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ആക്കി നിർത്താൽ മാത്രമേ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ അവിടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായ OT-യിലെ പോളിസി എന്താണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഓക്കെ.
ഇനി നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററും എന്താണ്, അതായത് പല ഇതാണ് ചെയ്യുന്നത്. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. പലതരത്തിലുള്ള സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കണം അവിടെയുള്ള ഒരു എന്താ പറയാ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ദ ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റേസ് ലോവർ ആൻഡ് ഫിറ്റ് ഇൻ എനി ഡയറക്ഷൻ. അതായത് നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാല് രോഗി കിടക്കുക, ഓപ്പറേഷൻ ടേബിളിൽ രോഗി കിടക്കുമ്പോൾ ആ കിടക്കുന്ന ആ പേഷ്യന്റ് കിടക്കുന്ന ആ റൂം അല്ലെങ്കിൽ ആ ബെഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ചും കൂടി താഴ്ത്താനൊക്കെ സാധിക്കും. ഓക്കെ, അത് ഏത് ഡയറക്ഷനിലോട്ട് നമുക്ക് ആക്കാൻ സാധിക്കും. ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് എങ്ങനെയാണോ ആ പേഷ്യന്റിന് ആവശ്യം, എങ്ങനെ കിടക്കാനാണോ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് പേഷ്യന്റ് എങ്ങനെയാണോ കിടത്തേണ്ടത് എന്നൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എന്ന് പറയുന്നത് റേസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ടേബിള് താഴ്ത്താനൊക്കെ നമുക്ക് സാധിക്കും. രണ്ടാമത്തത്, ദ ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് അലോ for brilliant illumination without a shadow in the case of surgery. പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ റൂം എന്ന് പറയുന്നത് ഭയങ്കര പ്രകാശമായിരിക്കണം, അതായത് പ്രകാശമാനമായിരിക്കണം എന്നാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള വെട്ടുണ്ടായിരിക്കണം, കാരണം ഓപ്പറേഷൻ ചെയ്യാനുള്ളതല്ലേ, ബോഡി പാർട്സ് എല്ലാം കട്ട് ചെയ്യുന്നേ, അതുകൊണ്ട് എന്താണ് നല്ല രീതിയിലുള്ള വെളിച്ചം ഉണ്ടായിരിക്കണം. ഒട്ടും തന്നെ അവിടെ ഷാഡോ വരാനായിട്ട് പാടില്ല, അത് സർജറിയെ ബാധിക്കും കേട്ടോ. നിഴലിന്റെ ഒരു ഇത് വരാനായിട്ട് അവിടെ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ആ പലതരത്തിലുള്ള പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ബോഡിയിലോട്ട് നമ്മൾ പലതരത്തിലുള്ള ഡിവൈസുകൾ ഫിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ഡിവൈസുകൾ ഫിറ്റ് ചെയ്യുന്നേ, അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പൾസ് റേറ്റ് എങ്ങനെയാണ്, റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വെന്റിലേഷൻ ആവശ്യമെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി, ഓക്സിജൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിവൈസസുകൾ പേഷ്യന്റിന്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ മോണിറ്റർ ഡിവൈസസുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ആ പൾസ് റേറ്റ് അയാളുടെ പോകുന്നത് എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും അല്ലെ. എപ്പോഴും എന്താണ് ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ലേ, അതിങ്ങനെ നിന്ന് പോയാൽ എന്താണ് പേഷ്യന്റിന്റെ എന്താണ് പൾസ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപകടത്തിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ കണ്ടീഷൻ എങ്ങനെയാണെന്ന്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡിവൈസസുകൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, a ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in out of your legs. Okay, അതായത് നമ്മള് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വെന്റിലേറ്റർ അല്ലെ, അതായത് വെന്റിലേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ എന്താണ് അദ്ദേഹത്തിന്റെ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്താണെങ്കിൽ വെന്റിലേറ്ററിന്റെ ആവശ്യം രോഗിക്ക് വരും. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ മയക്കത്തിലാണല്ലോ, നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ വെന്റിലേറ്റർ നമുക്ക് തന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മള് ശ്വസിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ധാരാളം എക്യുപ്മെന്റുകളും സംഭവങ്ങളൊക്കെ എന്താണ് രോഗിയുടെ ബോഡി പാർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് രോഗിയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് to be used for during surgery. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ജേം ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മള് സർജറിയുടെ സമയത്ത് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നന്നായിട്ട് കഴുകി ഉണക്കിയ കത്രിക, കത്തി, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഓപ്പറേഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ എന്താണ് പ്രത്യേകം എന്താണ് അങ്ങനെയുള്ള കഴുകിയിട്ടുള്ള, അതായത് ജേം ഫ്രീ ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള കഴുകി ഉണക്കിയ ഉപകരണങ്ങളാണ്
പേഷ്യന്റിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ്, എ ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. അതായത് ഡയാതെർമി മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്, അത് നമ്മുടെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനാണ്. അതായത് ഓപ്പറേഷൻ സമയത്ത് രോഗി പേഷ്യന്റ് ബ്ലീഡിംഗ് കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മള് ഓപ്പറേഷൻ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി if the surgery requires it, a heart lung machine or other specialized tool may be brought into the room. ഇനി സർജറിക്ക് ആവശ്യമാണെങ്കിൽ ഹേർട്ട് ലങ് മെഷീൻ, അതായത് ഹൃദയ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മെഷീൻസ് നമ്മൾ കൊണ്ടുവരും. അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾ, ഇപ്പൊ എന്ത് സർജറിയാണോ നടക്കുന്നത് ആ സർജറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ടൂളുകളൊക്കെ നമ്മള് റൂമിലേക്ക്, ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുവരാറുണ്ട് ആവശ്യമെങ്കിൽ കേട്ടോ. ഇനി നെക്സ്റ്റ്, the operating room will be likely to call to reduce bacterial growth. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും എന്താണ്, ഞാൻ നല്ല പറഞ്ഞതാണ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കണം, തണുത്ത കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കണം ഉണ്ടായിരിക്കുക. ഈ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഗ്രോത്തിന് എന്ത് ചെയ്യും, കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അതായത് കോൾഡ് ആയിട്ടുള്ളത്, കോൾഡ് ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, ഇപ്പൊ തണുത്ത ഒരു എന്താ പറയാ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആവണമെന്ന് പറയാൻ കാരണം ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ അത് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, teacher. ഓക്കെ. Okay, next, zoning the operation theater. The OT suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അതായത് ഈ OT സ്യൂട്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുന്ന ഇൻഫെക്ഷൻസ്, അതായത് ജേംസിനെയൊക്കെ എന്താണ് അതിന്റെയൊക്കെ ഒരു ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ളൊരു ഇതിലാണ് എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, OT സ്യൂട്ട് എന്ന് പറയുന്ന സംഭവം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. OT സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ് അർത്ഥം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നല്ല രീതിയിൽ ജേം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ. അതെന്തൊക്കെയാണ് നോക്കാം. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. Flow within the OT suite should be kept apart as best as possible. Space in the suite have to be arranged in such a way that while moving from one space to another, there should be constant progression of cleanliness from one space to another. There should be a constant. Okay, OT suite to the operating room. അതായത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ക്ലീൻ ആയിരിക്കണം. അതായത് അവിടെ എന്താണ് ധാരാളം, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും അല്ലെ, രോഗിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. അപ്പൊ അതൊന്നും ഡേർട്ടി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം എന്ന് പറയുന്നത് ഈ OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിടി കിട്ടിയോ ജാസ്മിൻ, മനസ്സിലായോ? മനസ്സിലായോ? ഈ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ആ ഒരു സ്യൂട്ടിൽ നിന്ന് അതായത് കുറെ നമുക്ക് എന്താണ്, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവിടെ, ക്ലീൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ക്ലീൻ അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും എന്താണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യാതെ, പരസ്പരം കൂടിക്കലരാതെ ആ വൃത്തിയുള്ള ഏരിയയിൽ നിന്ന് ആ എന്താ പറയാ ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് നീക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തേത്, സ്റ്റാഫ് ഹു ആർ വർക്ക് ഇൻ ദ OT ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഏബിൾ ടു move from one clean area to another
without having to pass through unprotected areas. അതുപോലെ തന്നെ എന്താണ് സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് പ്രത്യേകം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും അവരുടെ ആ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് നല്ല ഒരു ഏരിയയിലേക്ക്, അതായത് അവർ പാസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വൃത്തിയുള്ളതായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ ജേംസ് ഒക്കെ അവരുടെ മേലിൽ പറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കും. അപ്പൊ സ്റ്റാഫുകളുടെ കാര്യത്തിലായാലും അവർ ആ എൻട്രി ചെയ്യുന്ന ഒരു പോർഷൻ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മള് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി തേർഡ് പോയിന്റ്, solid material and waste have to be eliminated from the operating rooms without the passing through clean areas. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്? അതായത് സോളിഡ് മെറ്റീരിയൽസ്, അതായത് ഈ മാലിന്യങ്ങളുണ്ടല്ലോ, ഖരാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല, സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങൾ, അതൊക്കെ എന്താണ് നമ്മൾ ഓപ്പറേഷൻ റൂമിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ്, OT ventilation should be free of air movement of the rest of the hospital. Hence, the direction should be from cleaner to less clean areas. അതായത് OT വെന്റിലേഷൻ എന്ന് പറയുന്നത് എയർ മൂവ്മെന്റിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് OT suite is designed on the concept of 4 zones. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ OT suite എന്ന് പറയുന്നത് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഏരിയയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് എന്താണ്, അതായത് നല്ല രീതിയിൽ അവിടെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ധാരാളം ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പേഷ്യന്റിനെ ഇൻഫെക്റ്റഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ OT suite പരമാവധി എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 4 സോൺസ് ആയിട്ട് നമ്മൾ OT suite തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. സെക്കൻഡ് ഈസ് ക്ലീൻ സോൺ, ആൻഡ് തേർഡ് ഈസ് സ്റ്റെറൈൽ സോൺ, ആൻഡ് ഫോർത്ത് ഈസ് ഡിസ്പോസൽ സോൺ. ഓക്കെ, ഇനി പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാല് ഫസ്റ്റ്, അതായത് പ്രൊട്ടക്റ്റീവ്, ക്ലീന്, സ്റ്റെറൈല്, അസെപ്റ്റിക് സോൺ, ഡിസ്പോസൽ സോൺ, അങ്ങനെ 4 സോണുകൾ ഉണ്ട്. ആ നിങ്ങൾ ആ ടേബിൾ അങ്ങനെ തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, ഡിസ്പോസൽ സോൺ ഉണ്ട്. ഇനി ഈ OT suite പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റേഡിയസ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിൽ ആദ്യത്തേതാണ്. മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തുള്ള ഒരു റിസപ്ഷൻ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ ഒക്കെ ബന്ധുക്കൾ വെയിറ്റ് ചെയ്യുന്ന ഏരിയയൊക്കെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ചേഞ്ചിങ് റൂം പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമല്ലോ. കാരണം ആ ഒരു OT suite എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എന്താണ്, അവര് നിശ്ചിതമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന ഷീൽഡ് ധരിക്കണം, ഇന്ന ഡ്രസ്സ് വിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ, സർജിക്കൽ ഡ്രസ്സ് ആയിരിക്കണം വിയർ ചെയ്യേണ്ടത്, ക്യാപ്പുകള്, മാസ്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ചേഞ്ചിങ് റൂം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ പ്രീ അനസ്തേഷ്യ റൂം ഉണ്ട്. അതായത് രോഗിയെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു റൂമില് അതായത് ഇരുത്തി ഒബ്സർവ് ചെയ്യും കേട്ടോ. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, അതായത് ഒരു റൂമിൽ നമ്മൾ ഇരുത്തും. ആ ഒരു റൂം അവിടെ ഉണ്ടാവും. പിന്നെ സ്റ്റോർസ് റെക്കോർഡ്സ്, അതായത് പേഷ്യന്റിന്റെ റെക്കോർഡും കാര്യങ്ങളും ഫയലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഓട്ടോക്ലേവ് TSSU എന്ന് പറയുന്നുണ്ട്. TSSU എന്ന് പറഞ്ഞാല് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്നാണ് കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും സാധനങ്ങളും ഒക്കെ എന്താണ് സ്റ്റോർ ചെയ്യുന്ന, അതൊക്കെ എന്താണ് നമ്മള് യൂണിറ്റ് ആണത് ഈ ഒരു TSSU എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു TSSU വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഇനി ട്രോളി ബേ, അതായത് ഇപ്പൊ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, സിസേഴ്സ്, അതുപോലെ തന്നെ അപ്പൊ ട്രോളി ബേ അത് വരുന്നുണ്ട്. പിന്നെ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി,
പിന്നെ വരുന്നത് ആ ഒരു ഏരിയയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഇലക്ട്രിസിറ്റി സ്വിച്ചും കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത്. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിലുള്ള കാര്യങ്ങളാണ് റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർസ് റെക്കോർഡ്സ്, ഓട്ടോക്ലേവ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ TSSUവിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്ലീൻ സോൺ ആണ്. ക്ലീൻ സോണിൽ വരുന്നത് പ്രീ ഓപ്പറേറ്റിംഗ് റൂം ആണ്. അതായത് ക്ലീൻ സോണിലുള്ളതാണ് രോഗിയെ നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഒരു പ്രീ ഓപ്പറേറ്റിംഗ് റൂമിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതാണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഇനി അടുത്തത് റിക്കവറി റൂം ആണ്. റിക്കവറി റൂമിൽ വരുന്നത് എന്തൊക്കെയാണ്? റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതായത് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കഴിഞ്ഞ് ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ മാറ്റുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്ലാസ്റ്റർ റൂം ആണ്. അതായത് എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് എന്താണ് എന്തെങ്കിലും വെച്ചുകെട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യിപ്പിക്കും. പ്ലാസ്റ്റർ റൂം ഉണ്ട്. പിന്നെ വരുന്നത് സ്റ്റാഫ് റൂം ആണ്. അതായത് അവിടെയുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. സർജൻസ് ഉണ്ട്, തിയേറ്റർ അസിസ്റ്റന്റ് ഉണ്ട്, തിയേറ്റർ നഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പറയുന്നത് കേട്ടോ. ഇനി അസ്തെറ്റിക് സ്റ്റോർ റൂം, അതായത് അസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. പിന്നെ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. പിന്നെ എക്സ്റേക്ക് ആവശ്യമുണ്ടെങ്കിൽ രോഗിക്ക് എക്സ്റേക്ക് എടുക്കണമെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്ലീൻ സോണിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. അതായത് ഈ ഒരു സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ എന്താണ് വരുന്നത് നോക്കാം. മെയിൻ ആയിട്ട് ഓപ്പറേറ്റിംഗ് റൂം, അതായത് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത് ഈ ഒരു സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. പിന്നെ സ്ക്രബ് റൂം, അതായത് നമ്മുടെ കൈ കഴുകുന്ന ആ ഒരു സംഭവമൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ക്രബ് റൂമിലാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങള്. പിന്നെ അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, അതുപോലെ തന്നെ നമ്മുടെ അനസ്തേഷ്യ ഇപ്പൊ രോഗിക്ക് എത്ര നമ്മൾക്ക് അനസ്തേഷ്യയുടെ അളവ്, അങ്ങനെയുള്ള അനസ്തേഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. അതായത് സ്റ്റെറിലൈസേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് വരിക കേട്ടോ. അത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഈ കാര്യങ്ങൾ അത്രയും വരിക. ഇനി ഇൻസ്ട്രുമെന്റ്സ് ട്രോളി ഏരിയ അവിടെയും ഉണ്ട് കേട്ടോ. പിന്നെ ഡിസ്പോസൽ റൂം വരുന്നുണ്ട്, ഡിസ്പോസൽ കോറിഡോർ വരുന്നുണ്ട്, ജാനിറ്റർ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഡിസ്പോസൽ സോണിൽ എന്തൊക്കെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 4 സോണുകളായി തിരിച്ചിട്ട് ഏതിന്റെയൊക്കെ ജസ്റ്റ് അറിയിരിക്കുക. ഇപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയാണ് എക്സാമിന് ചോദ്യം ഉണ്ടാവുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നു, ക്ലീൻ സോണിന്റെ അണ്ടറിൽ എന്ത് വരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, ഡീപ്പായിട്ട് ചോദിക്കില്ല. ഏതിന്റെയൊക്കെ അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് ചോദിക്കുള്ളൂ. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിന്റെ അണ്ടറിൽ എന്ത് വരുന്നു, ഡിസ്പോസൽ സോണിന്റെ അണ്ടറിൽ എന്ത് വരുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പൊ ആ ടേബിള് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, എന്താണ് കുറവുകൾ എന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നോ റിസപ്ഷൻ. മെയിൻ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊരു no separate rooms for surgeons, anesthesiologist, junior doctor, OT attendants. ഞാൻ പറഞ്ഞു സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു റൂമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് റൂംസ് ആർക്കും ഉണ്ടാവില്ല. കൊടുത്തിട്ടില്ല, OT അറ്റൻഡൻസിന് കൊടുത്തിട്ടില്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു റൂമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശരിയില്ല. രണ്ടാമത്തേത് നോ
റൂംസ് ഫോർ ഡിഫറെന്റ്, അതായത് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നത്. അവർക്ക് റൂമുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ റൂമുകൾ ഇല്ലാത്തത് കേട്ടോ. അതൊരു കുറവ് തന്നെയാണ്, ഡെഫിഷ്യൻസിയാണ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ് എക്സെട്ര. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോറുകള്, പിന്നെ എന്താ പറയാ സൈസ്, അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടുമ്പോൾ തന്നെ അറിയാം നമുക്ക്, അതായത് ഡോറുകളുടെ ഒക്കെ സൈസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡോറുകളും കാര്യങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. അതെന്ന് പറയുന്നത് ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്. ഇനി ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡ്രേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. അതുപോലെ തന്നെ എന്താണ് ലാമിനാർ, അതായത് ഈ എന്താ പറയാ പ്രകാശം ഉണ്ടല്ലോ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു പ്രകാശം കാര്യങ്ങളൊക്കെ എന്ത് വേണം, നമ്മുടെ ആ ഒരു ഏരിയയിൽ വേണം. ഷാഡോസ് ഒട്ടും തന്നെ പാടില്ല. പ്രകാശം കുറവാണെങ്കിൽ ഷാഡോസ് ഉണ്ടാവും ഇവിടെ. ലാമിനാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു വ്യക്തിയുടെ ബോഡി പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ വേണ്ട രീതിയിലുള്ള എന്താണ്, നമുക്ക് കണ്ണ് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നല്ല രീതിയിലുള്ള ഇലുമിനേഷൻ, നമുക്ക് അത് വേണം നമുക്ക്. അപ്പൊ അതില്ലെങ്കിൽ അതൊരു കുറവ്, ഡെഫിഷ്യൻസി ആയിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് OT പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കുറവ്. ഓക്കെ, ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചെന്നാല് കാണാനായിട്ട് സാധിക്കും ചില പ്രോട്ടോകോൾസ്, ചില നടപടിക്രമങ്ങളൊക്കെ എന്താണ് അവിടെ ഉണ്ടായിരിക്കില്ല. അതായത് സോറി കേട്ടോ, കറണ്ടിന്റെ പ്രശ്നമുണ്ട് ഇവിടെ കുറച്ച്. ഓക്കെ, അപ്പം ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ കേട്ടോ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രോട്ടോകോൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ട് എന്താണ്, രോഗികൾ ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതെന്താണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോ സെപ്പറേറ്റ് സ്റ്റെറൈൽ, അതായത് അത് ഇല്ലായ്മ, അതായത് അത് ലാക്ക് ഓഫ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിനെ സംബന്ധിച്ച് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന ഒന്നാണ്. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് ഏരിയ, നമ്മുടെ എന്താണ് ഇപ്പോ റിക്കവറി, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ റിക്കവറി റൂമുകള്, അതായത് കൊണ്ടുവരുന്ന റൂമുകള്, പിന്നെ പേഷ്യന്റ് ഫാമിലീസ് ഒക്കെ ഇരിക്കുന്ന റൂമുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ, അധിക നേരം നമുക്ക് അവിടെ ഇരിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും അറിയില്ല, നമുക്ക് സാധിക്കാറില്ല. അപ്പൊ അതൊക്കെ എന്താണ് ഡെഫിഷ്യൻസി ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്, അതായത് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റുകൾ ഇല്ലാത്തവ, അതുപോലെ എന്താണ് നല്ലൊരു എന്താ പറയാ ഗുഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ലാത്തതൊക്കെ എന്താണ് വലിയൊരു മേജർ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആയിട്ട് ഇവിടെ കണ്ടുവരാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. എളുപ്പം, അതായത് ഈസി ചാപ്റ്റർ ആണ്, അധികം പേജുകളൊന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ടേബിള് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചാൽ മനസ്സിലാവും. ഇല്ലേ ഇല്ലേ ഷാരോൺ? പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും മിസ്സേ.
ടേബിള് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അതിനകത്ത്. അതായത് ഏതിന്റെയൊക്കെ കീഴിലാണ്, ഏതൊക്കെ സോണിന്റെ കീഴിലാണ് ഈ യൂണിറ്റുകൾ വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു 4 സോൺ പഠിച്ചു വെക്കണം കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു ഒന്ന് ഇന്ന് എടുത്ത് തുടങ്ങിയിട്ട് ഒന്ന് വായിച്ചു വെക്കുക. സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ തുടങ്ങി ഒന്ന് വായിച്ചു വെക്കുക. സ്ലൈഡ് നീക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞ ടീച്ചർ. കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പോ ഇനി ഈ ഒരു നിങ്ങൾക്ക് ഇനി ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ള ഒരു കുട്ടിയുള്ളു കേട്ടോ. ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് എന്റെ വരുന്നത്. അത് നെക്സ്റ്റ് വീക്ക് എടുക്കാം. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് വായിക്കുക. ഇത് മാത്രമല്ല, ഇതിന് മുമ്പിലത്തെ ഏതൊക്കെയായിരുന്നു ടോപ്പിക്കുകൾ എല്ലാ മിസ്സുമാരുടെയും വായിക്കുക. ഞാൻ എടുത്ത ടോപ്പിക്കുകൾ ഇതുവരെ ഞാൻ ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു ICUവിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട് ടീച്ചർ. ഉണ്ടായിരുന്നു അല്ലെ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. 5 കൊണ്ടുവരുള്ളൂ. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യാം, നന്നായിട്ട് വായിക്കാം. പ്രത്യേകിച്ചും ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു ടേബിളിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ. അപ്പൊ വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? വേറെ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നവമി, ഷാരോൺ? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല മിസ്സേ. കുഴപ്പമില്ല. ഓക്കെ, വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ടീച്ചർ. Thank you, Miss. ഓക്കെ, താങ്ക് യു ടീച്ചർ.